ഒരു കാറിന് 4 ചക്രം വേണം. ഓട്ടോറിക്ഷയ്ക്ക് 3 മതി, കാർ ഓട്ടോറിക്ഷയ്ക്കും 4 എണ്ണം വേണം. ഈ 4 ടയറിൽ ഒന്ന് പഞ്ചറായാൽ സ്റ്റെപ്പിനെ എടുത്ത് അത് മാറ്റിയിട്ടേ യാത്ര മുന്നോട്ട് പോവാറുള്ളൂ. ഇതുപോലെ ഈ 4 ബന്ധങ്ങളിൽ ഏതെങ്കിലും ഒരു ബന്ധം തകർന്നാൽ അത് എല്ലാ മേഖലയിലും പരാജയപ്പെടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഒന്നാമത്തെ ബന്ധം യജമാനനായ അല്ലാഹുവോടുള്ള ബന്ധമാണ്, സൃഷ്ടാവായ റബ്ബിനോടുള്ള ബന്ധമാണ്. ആ റബ്ബാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ ആരും തീരുമാനിച്ചപ്പോഴല്ല ഇവിടേക്ക് വന്നത്, നമ്മൾ ആരും തീരുമാനിക്കുമ്പോഴല്ല ഇവിടുന്ന് പോകുന്നത്. ഇവിടേക്ക് യജമാനനായ റബ്ബിന്റെ തീരുമാനമുണ്ട്. ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തിയുടെ മകനായി മകളായി ഒരാൾ ജനിക്കണം എന്ന്. ആ നിലക്കാണ് നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നത്. മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 1 ഗ്രാമിന്റെ 10 കോടിയിൽ ഒരംശമായപ്പോഴാണ് നമ്മൾ അവിടെ എത്തപ്പെട്ടത്. എന്നാൽ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് വരുമ്പോ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, വളരെ സുരക്ഷിതമായി ഭൂമി ലോകത്തേക്ക് അല്ലാഹു നമ്മെ പുറത്തു കൊണ്ടുവന്നു. 2.5 3 3.5 4 കിലോ വരെ തൂക്കത്തിൽ ഈ ഭൂമി ലോകത്തേക്ക് നമ്മൾ വരുമ്പോ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മുടെ വളർച്ചയുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ട കാര്യങ്ങൾ എല്ലാം നിർവഹിച്ചു തന്നതാരാ? യജമാനനായ അല്ലാഹ്. വായിലൂടെ ആരിച്ചിട്ടില്ല, മൂക്കിലൂടെ വായു ശ്വസിച്ചിട്ടില്ല, എല്ലാം പൊക്കിളിൽ നിന്നുള്ളൊരു കേബിളിലൂടെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ മുരട്ടിലേക്കുള്ള ഒരു വള്ളിയിലൂടെ എല്ലാം സാധിച്ച് സുരക്ഷിതമായി ഭൂമി ലോകത്തേക്ക് വരുമ്പോ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും വാടക നിശ്ചയിക്കാൻ കഴിയാത്ത വീട്, ഈ ലോകത്ത് ഒരാൾക്കും പ്രതിഫലം നിശ്ചയിക്കാത്ത വീട്, പ്രതിഫലം നിശ്ചയിക്കാൻ കഴിയാത്ത വീട്, അതാണ് മാതാവിന്റെ ഗർഭാശയം എന്നുള്ളത് കൊണ്ട് തന്നെ ആ വീടിന് അറബിയിൽ റഹിം എന്നാണ് പറയുക. കാരുണ്യ ഭവനം എന്നാണ് അതിന്റെ അർത്ഥം. അതിന് മറ്റൊരു പ്രയോഗം ഇമാം ഗസ്സാലി തങ്ങൾ അവിടുന്ന് പറഞ്ഞത് അൽ ജന്നത്തു സുഗ്റ, അത് കൊച്ചു സ്വർഗമാണ് എന്നാണ്. ഉമ്മാന്റെ ഗർഭപാത്രം ചെറിയൊരു സ്വർഗാണ്. ഈ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? ചോദിക്കാതെ പ്രതിഫലം കൊടുക്കാതെ സാധനം കിട്ടും. നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് അടിച്ചാൽ മർഹൂം കണ്ണിയത്ത് ഉസ്താദിന്റെ ഒക്കെ ഭാഷയിൽ ആദ്യം ക്യാഷ് കൊടുത്തിട്ടാ ഭക്ഷണം കഴിക്കണം. കാരണം നമുക്ക് മിൽക്ക് ആവണമെങ്കിൽ കായ് കൊടുക്കണം. ക്യാഷ് കൊടുക്കാതെ നമ്മൾ ആദ്യം അഡ്വാൻസ് ആയിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് മിൽക്കായിട്ടില്ല. മുഅത്താത്ത് നമ്മൾ എന്താണ് സംഭവം? ആദ്യം ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങിക്കണം. അങ്ങനെ അത് നമ്മൾ എളാപ്പാന്റെ ഹോട്ടലിലാണെങ്കിലും കയറിയാല് എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ പൈസ വാങ്ങാൻ മേശന്റെ വലിപ്പിലിട്ടളാന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് ഈ ഹോട്ടൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഫ്രഷ് കിട്ടാനും പ്രയാസമാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഉണ്ടാക്കിയതാ ചിലപ്പോൾ കിട്ടുക, ഇന്നുണ്ടാക്കിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറ്റന്നാ വരണം എന്നാ പറഞ്ഞതിനാണ്. അപ്പൊ ആ നിലക്കാണ്. അപ്പൊ ഒരു ഹോട്ടലിലാണെങ്കിൽ പ്രതിഫലം നിശ്ചയിക്കണം, കൊടുക്കണം.
ഒരു കടയിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിന് കൊടുക്കണം. എന്നാൽ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് പ്രവേശിച്ചത് 1 ഗ്രാമിന്റെ 10 കോടിയിലൊരംശമായ സമയത്താണെങ്കിൽ അത് അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമായി പുംബീജമായി ഭ്രൂണമായി വളർന്ന് ഈ ഭൂമി ലോകത്തേക്ക് നമ്മളൊക്കെ എത്തപ്പെടുമ്പോൾ നമുക്കുള്ള കൈയും കാലും കണ്ണും നാക്കും കിഡ്നിയും പല്ലും എല്ലാ സംഭവങ്ങളും അതല്ലെങ്കിൽ വളർത്താൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അതിവിടെ സംവിധാനിച്ച് തന്നതാരാ? യജമാനനായ അല്ലാഹുവാൻ. ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് പ്രസവിച്ച ഒരു കുഞ്ഞിന്റെ കണ്ണിന്റെ വില എത്രയാണ്? ഇസ്ലാമിക സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ഇസ്ലാമിക് കോടതിയാണോ? ഒരു കണ്ണിന് 80 ഒട്ടകമാണ്. ഒരു ഒട്ടകത്തിന് 50,000 രൂപ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ നിങ്ങള്. 160 ഒട്ടകത്തിന്റെ വില എത്രയാണ്? ഒരു പല്ലിന് 5 ഒട്ടകമുണ്ട്. ഒരു 5 ഒട്ടക അവിടെ കൊടുക്കേണ്ടത്. നമുക്ക് വിലല്ല. നോട്ട് നിരോധിച്ച കാലത്തൊക്കെ ഒരു പല്ല് പറിക്കാൻ 250 ഉറുപ്പ്യാണ്. ഒരു പല്ല് പറിച്ചു, 500 നോട്ട് കൊടുത്തപ്പോ ചില്ലറല്ല പറഞ്ഞിട്ട് ഇപ്പുറത്തുനിന്ന് പറിച്ചു കൊടുത്തു പറഞ്ഞു. അത്ര വിലയുള്ളൂ നമുക്ക് പല്ലിന്. പക്ഷെ 5 ഒട്ടകണ്ട് അതിന്. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ വിലയുണ്ടെങ്കിൽ ഇതെല്ലാം അല്ലാഹു തആല നൽകിയതാണ്. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല വലിയ നിഅമത്ത് ഏതാ? അത് മക്കള് നന്നായി തീരലാണ്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാവട്ടെ. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, പറഞ്ഞു വന്നത് യജമാനനായ റബ്ബിനോടുള്ള ബന്ധമാണ് വേണ്ടത്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പറയുന്നു, അമറനീ റബ്ബി ബിതിസ്ഇൻ, എൻ്റെ എല്ലാമായ അല്ലാഹ് ആ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. 9 കാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. ആ 9 കാര്യങ്ങളേതാ? ഖശിയത്തില്ലാ ഫിസ്സിരി വല്ലലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ പരിഗണിക്കലാ. കാരണം നാം ഏകനായിരിക്കുമ്പോഴോ ആരോരുമില്ലാതെ ഇരിക്കുമ്പോഴോ യജമാനനായ റബ്ബ് നമ്മെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമാണ്. അങ്ങനെ ജീവിതത്തിൽ വിജയത്തിന്റെ ഉത്തുംഗതയിലെ ഉഡയനത്തിലേക്ക് ഉയർത്തപ്പെടണമെന്നുണ്ടോ? അപജയത്തിന്റെ ആഴിയിലേക്ക് ആണ്ടിറങ്ങാതെ കാത്തിരക്ഷിക്കപ്പെടണമെന്നുണ്ടോ? തീർച്ചയായും നിനക്ക് വേണ്ടതെന്താ? വഇൻ ത്വലബ്ത നസ്റാ ഫഹസ്ബുക ദുനിയാ ഫഹസ്ബുകല്ലാഹ്. ഒരു സഹായി വേണമെന്നുണ്ടോ? യജമാനനായ റബ്ബിനോടുള്ള ബന്ധം അത് കാത്തു സൂക്ഷിക്കണേ. വഇൻ ത്വലബ്ത മുസാഹിബാ, നിനക്കൊരു സഹചാരി വേണമെന്നുണ്ടോ? ഫഹസ്ബുകൽ കിറാമുൽ കാതിബൂൻ, യജമാനനായ റബ്ബുണ്ട് കേട്ടോ, മലക്കുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് മലക്കുകളോടുള്ള ബന്ധം കൃത്യമായിരിക്കണോ? സൃഷ്ടാവിനോടുള്ള ബന്ധം കൃത്യമായിരിക്കണോ? അങ്ങനെ അല്ലാഹുവോട് ബന്ധമുണ്ടെങ്കിൽ ഓ സഹോദര സഹോദരിമാരെ, അവിടെ വലിയ സംഭവം തന്നെയാണ്. അല്ലാഹുവിൻ്റെ തുണയുണ്ട്. അതല്ലേ ബദറിലൂടെ കണ്ടത്? അതല്ലേ കഴിഞ്ഞു പോയ കാലങ്ങളിലുള്ള മഹാരഥന്മാർ അവർ വിജയത്തിന്റെ ഉത്തുംഗതയിലേക്ക്
എത്തപ്പെടാൻ ആ മാതൃകാ വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ അനുവർത്തിച്ചതെന്താ? സൃഷ്ടാവുമായുള്ള ബന്ധമാണ്. ആ ബന്ധമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. കേട്ടിട്ടില്ലേ മഹാനരായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം? മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് സഫൂറ ബീവി എന്ന ഭാര്യയെ അവിടുന്ന് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളെ കല്യാണം കഴിച്ചപ്പോൾ കുറച്ചു കാലം അവിടുന്ന് കഴിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് സഫൂറ ബീവി എന്ന ഭാര്യയെ കൂട്ടി പോകുമ്പോ, ഓ ഉമ്മമാരെ കേട്ടോ, ഒരു വിജനമായ പ്രദേശത്ത് ഇരുളിന്റെ ചുരുളിൽ നിശയുടെ നിശബ്ദതയിൽ രാത്രിയുടെ യാമത്ത് ബഹുമാനപ്പെട്ടവർ ഘോരവനത്തിലകപ്പെട്ട് മരം കോച്ചുന്ന തണുപ്പില് എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോ ദൂരെ ഒരു ലൈറ്റ് കാണാനിടയായി. ഭാര്യയെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിർത്തുകയാണ്. ഒറ്റയ്ക്ക്, ആരുമില്ലാതെ തനിച്ച് ഒറ്റയ്ക്ക് നിർത്തുകയാണ്. അങ്ങനെ നിർത്തി. ഞാൻ ആ തീ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. തീ കൊണ്ടുവരാൻ വേണ്ടി പോയി. അവിടുന്ന് ഒരു സൗണ്ട് കേട്ടു. ചെരുപ്പ് ഊരി വെക്കണം. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവ. നല്ല സ്ഥലത്തങ്ങള്. ഓക്കെ, അങ്ങനെ ചെരുപ്പൊക്കെ ഊരിട്ടു. എന്നിട്ട് അല്ലാഹു തആല പറയണ എന്താ അറിയോ? ഇദ്ഹബ് ഇലാ ഫിർഔന. ഫിർഔനിന്റെ അടുക്കലേക്ക് പോകാൻ. ഫിർഔനാണെങ്കിലോ മൂസാ നബിനെ കാത്തുകയാണ്. കല്യാണം കഴിഞ്ഞ വകയില് പിയാപ്പളിനെ തക്കരിക്കാനല്ല, കൊലപ്പെടുത്താൻ വേണ്ടി കാത്തുക. അപ്പൊ മൂസാ നബി എന്താ പറഞ്ഞത്? എനിക്ക് ആ മഹല്ലിൽ പണി വേണ്ട, അവിടുത്തെ പ്രസിഡന്റ് ഒരു ജാതി കോരാച്ചിയാണ്. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ഞാൻ മൂസാ നബിന്റെ അടുക്കലേക്ക് പോവാം, പക്ഷെ 4 ആയുധം എനിക്ക് വേണം. എന്താ 4 ആയുധം? ഒരു മുണ്ടംപടി, ഒരു വടിവാള്, ഒരു കൈക്കോട്ടും താഴ്, ഒരു ഉരുളങ്കല്ല്. ഇതാണോ പറഞ്ഞത്? അല്ല. പിന്നെ ഏതാളുകളെയും കീഴടക്കാൻ, ഏതാളുകളുടെ മനസ്സിലും സ്വാധീനമുണ്ടാവാൻ ഒരാൾക്ക് വേണ്ട 4 ഗുണങ്ങൾ. ബന്ധങ്ങൾ ശിഥിലമാവാതിരിക്കാൻ, കടപ്പാടുകൾ കൈയൊഴിക്കപ്പെടാതിരിക്കാൻ, കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കാൻ ഒരാൾക്ക് വേണ്ടത് ഈ 4 കാര്യങ്ങളിലുണ്ട്. അതിൽ ഒന്ന് റബ്ബിശ്റഹ് ലി സദ്രി. പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്ക് എള്ള് വറുത്ത് പൊടിച്ച് തേനൊഴിച്ച് പിഞ്ഞാണം എഴുതി കൊടുക്കുന്ന 4 ആയത്തുണ്ട്. 4 ഭാഗങ്ങളുണ്ട്. ഒന്ന് റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന 4 ആയത്ത്. അലൻ നസ്റ സൂറത്ത്, സനഖരിഖു ഫലാ തൻസ എന്ന സബ്ബി ഇസ്മയിലെ ആയത്ത്. ഈ 4 ഭാഗങ്ങളും എഴുതി കൊടുക്കാറുണ്ട്. എള്ള് വറുത്ത് പൊടിച്ച് അതിൽ തേനൊഴിച്ച് പിഞ്ഞാണം എഴുതി കൊടുക്കുക. നല്ല മെമ്മറി വഴി, നല്ല ഓർമ്മശക്തി ഉണ്ടാവും. ഇമാം യാഫി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം. അപ്പൊ അതിൽ പറഞ്ഞെന്താ? റബ്ബിശ്റഹ് ലി സദ്രി. എല്ലാവരെയും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് വിശാലാക്കണം. എന്നെ ഉൾക്കൊള്ളാൻ അവരെ കൽബ് വിശാലാക്കണം എന്നല്ല. പിന്നെ അവിടെയാണ് പ്രശ്നം. എന്നെ ഉൾക്കൊള്ളാൻ അവളെ മനസ്സ് വിശാലാക്കണം, അവന്റെ മനസ്സ് വിശാലാക്കണം, അയലോകക്കാരന്റെ മനസ്സ് വിശാലാക്കണം എന്നല്ല. പിന്നെ അവരെ ഉൾക്കൊള്ളാൻ എന്റെ കൽബ് വിശാലാക്കണം എന്നാ. നേരെ തിരിച്ചാ പറഞ്ഞത്. ഓപ്പോസിറ്റ് മൈൻഡോട് കൂടെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല.
കള്ളുകുടിയന്മാർക്ക് ക്ലാസ് എടുത്തു കൊടുത്തിട്ട് തിരിയാതെ വന്നപ്പോൾ ഒരു പാത്രത്തിൽ മദ്യവും ഒരു പാത്രത്തിൽ വെള്ളവും വെച്ച് ഉദാഹരണ സഹിതം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഡോക്ടർ തീരുമാനിക്കാം. അങ്ങനെ മണ്ണിര ഞാഞ്ഞൂള് പറഞ്ഞ സാധനത്തിനെ വെള്ളത്തിലിട്ട് കാണിച്ചു കൊടുത്തു. അതൊന്നും പറ്റാനുള്ള അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുക. അതിനെ ഈ മദ്യത്തിലിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അത് ചത്ത് നുരുമ്പിപ്പോയി. എന്നിട്ട് കള്ളുടിയന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തേ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ ഒരു ഹാഫ് കിക്കുള്ള ആള് പറഞ്ഞു, കള്ളുടിക്കണത് കൃമി പോകാൻ നല്ലതാണ്. അപ്പൊ അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടല്ല മനസ്സിലാക്കണം. എന്നെ ഉൾക്കൊള്ളാൻ അവരെ വൽവി വിശാലാക്കണം എന്നല്ല, അവരെ ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് വിശാലാക്കണം. ഇതാ മൂസാ നബി പറയുന്നത്. ശരി, അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു. ഫിർഔന്റെ അടുക്കിലേക്ക് പോവാനൊക്കെ പറഞ്ഞ സമയത്ത് മൂസാ നബി ചോദിച്ചു, എന്റെ ഭാര്യനെ ഞാനൊരു ഭാഗത്തേക്ക് ആക്കി പോന്നതാണ്, ഒരു മരത്തിന്റെ ചോട്ടിൽ. ഇവിടുന്ന് നേരെ ഫിർഔന്റെ അടുക്ക് പോവാനാ പറയണത്. മൻ യഖൂം ബി അംരി ഇയാലി, എന്റെ കുടുംബത്തിന്റെ കാര്യം ആരാ നോക്കുക റബ്ബേ എന്ന് ചോദിച്ചു. ഉറപ്പല്ലേ, ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അത് ചോദിച്ചപ്പോ അല്ലാഹു തആല പറഞ്ഞു, ആ വടി, കയ്യിലുള്ള വടി ഒന്ന് അടിക്കാൻ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു. വടി പിടിക്കൽ സുന്നത്താണെന്ന്. ഇപ്പൊ വടി പിടിച്ച പ്രായമായ ആളുകളൊക്കെ വംശനാശ ഭീഷണിയില്ല, കാണലില്ല. അപ്പോ ഈ വടി ഒന്ന് പാറയിൽ അടിക്കാൻ വേണ്ടി പറഞ്ഞു. പാറയിൽ അടിച്ചു. ആ പാറ രണ്ടായി പൊട്ടി വീണ്ടും വടിച്ചു, വീണ്ടും പിളർന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉരുണ്ട കല്ല് വന്നു. ആ കല്ലിലൊന്നും ഇടിച്ചപ്പോ കല്ലിങ്ങനെ രണ്ടായി പിളർന്നു. അതിൻ്റെ ഉള്ളിലൊരു പുഴു, ചെറിയ പുഴു. ആ പുഴുവിന്റെ വായയിൽ ചെറിയൊരു അരിമണി അല്ലെങ്കിൽ ഒരു ധാന്യമണി, ഒരു ഗോതമ്പ് മണി, എന്തോ ഒരു സംഭവം. അതിങ്ങനെ കഴിക്കുന്നുണ്ട്. മൂസാ നബി അങ്ങനെ നോക്കി. എന്നിട്ടൊരു ചെറിയ ശബ്ദം. ആ ശബ്ദത്തിന്റെ ആശയം അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ അറിയിച്ചു കൊടുത്തു. മൂസാ നബിയേ, അത് പറയുന്നതെന്തോ സുബ്ഹാന മൻ യഅരിഫുനി സുബ്ഹാന മൻ യർസുഖ്നി സുബ്ഹാന മൻ യഅരിഫു ലിസാനി സുബ്ഹാന മൻ യഅരിഫു മക്കാനി. എൻ്റെ ഭാഷയും എൻ്റെ സ്ഥാനവും എൻ്റെ അവസ്ഥയും അറിയുന്ന അല്ലാഹ്, ആ റബ്ബായ നീ എത്ര പരമപരിശുദ്ധനാണ് അല്ലാഹ്. ആ നിലക്കുള്ള തസ്ബീഹ് കേൾപ്പിച്ചു കൊടുത്തു. അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയേ, ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഭാഗമല്ലയോ ഭൂമി. ഓ സഹോദരാ, ഇന്ന് ഈ ദൃശ്യപ്രപഞ്ചം കണ്ടെത്തിയത് എത്രയാ? 200 കോടി പ്രകാശവർഷമാണ്. ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത് 2,99,716 കിലോമീറ്ററാ. ഒരു മിനിറ്റിലാണെങ്കിലോ അതിന് 60 കൊണ്ട് ഗുണിക്കുക. ഒരു മണിക്കൂറിലാണെങ്കിലോ വീണ്ടും 60 കൊണ്ട് ഗുണിക്കുക. ഒരു ദിവസമാണോ എങ്കിൽ 24 കൊണ്ട് ഗുണിക്കുക. ഒരു മാസമാണോ 30 കൊണ്ട് ഗുണിക്കുക. വീണ്ടും അതിനെ 12 കൊണ്ട് ഗുണിക്കുക. വീണ്ടും അതിനെ ഗുണിച്ച് 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 200 കോടി കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയുണ്ടാകും സഹോദരാ? ആ നിലക്കല്ലേ പ്രപഞ്ചമുള്ളത്. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കിലെങ്ങാണ്ടൊരിടത്തു നിന്നു നോക്കുന്ന മർധ്യാകഥയെന്ത് കണ്ടു? ഏതോ ഒരു ഗ്രഹത്തില്, ഏതോ ഒരു മിൽക്ക് വേയില്, അതല്ലെങ്കിൽ ഏതോ ഒരു സൗരയൂഥത്തില്, ഏതോ ഒരു ഗ്രഹം, ഏതോ ഒരു ഭൂഖണ്ഡം, ഏതോ ഒരു രാജ്യം, ഏതോ ഒരു സ്റ്റേറ്റ്, ഏതോ ഒരു ഡിസ്ട്രിക്ട്, ഏതോ ഒരു താലൂക്ക്, ഏതോ ഒരു പഞ്ചായത്തിലെ വാർഡിന്റെ ഏതോ ഒരു ഫ്ലോട്ടിലെ ഒരു പാറയുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള കൊച്ചു പുഴുവിനെ ഞാൻ മറന്നിട്ടില്ല മൂസാ നബിയേ.
അതുകൊണ്ട് മുഅ്മിനേ, സൃഷ്ടാവായ അല്ലാഹ് ആ റബ്ബിലേക്ക് അടുക്കുന്നുവോ ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കുന്നുണ്ടോ, തീർച്ചയായും വിജയം കൈവരിക്കാൻ കഴിയും. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സൂറത്തു തൗബയിലെ ഒരായത്തിന്റെ ഒരു ഭാഗം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറഞ്ഞാട്ടെ, ദുഃഖിക്കരുത്, റബ്ബ് കൂടെയുണ്ട്. രാവിലെ എണീറ്റ ഉടനെ തഹജ്ജുദിന് വുളു എടുത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് 3 പ്രാവശ്യം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. തീർച്ചയായും അയാൾ ദുഃഖിക്കേണ്ടി വരൂല എന്നാണ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകട്ടെ. ചെല്ലൂല നാളെ ഇൻഷാ അല്ലാഹ്. മറക്കുവോ? കുറെ ആൾക്കാർ മറക്കുവോ? ഉറപ്പാണ്. അങ്ങനെയാണ് അല്ലേ? തഹജ്ജുദിന് എണീക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഓർമ്മ ഉണ്ടാവും അല്ലേ? ആ നേരത്തെ എണീക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. അപ്പം നാള് കുറ്റിയടിക്കാൻ വേണ്ടി ഒരാൾ ക്ഷണിക്കാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു സുബൈൻ്റെ ശേഷം അന്നാം സൂറത്ത് ഓതണം എന്നാണ്. അപ്പം ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഒരു 8 മണിക്ക് ഓതിയാൽ മതി ചോദിച്ചു. എന്ത് ചോദിച്ചു? അപ്പോഴാണ് ഉണരല് കാരണം. എന്നാൽ കുറ്റി തന്നെ അടിക്കണ്ട. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ അല്ലേ മോനെ? എല്ലാവരും ഓരോ ടൈമുണ്ട്. കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ കഴിയിൽ അണ്ടിപ്പരിപ്പ് കൊടുക്കുക, ബിരിയാണിയിലിടാൻ മറന്നതാ പറഞ്ഞിട്ട് ഒരു മാനേനില്ല അല്ലേ? അതുകൊണ്ട് ആയത്തുകള് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഏത് സമയത്തും റബ്ബിന് ഓർമ്മ വരും. എപ്പോഴെങ്കിലും ഓർമ്മ വന്നാ പോരാ, ബുദ്ധിമുട്ടുമ്പോ ഓർമ്മ വന്നാ പോരാ, സന്തോഷം ഉണ്ടാവുമ്പോഴും അള്ളാഹുവെ എപ്പോഴും ഓർമ്മ വേണം. വീട് പണി നടക്കുകയാണ്, കോൺട്രാക്ടർ വീടിന്റെ മുകളിൽ, അന്യസംസ്ഥാന തൊഴിലാളി താഴെ, ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് ഓൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതിൽ ഓനെ വിളിക്കുന്നുണ്ട്, ഏയ് നോക്കുന്നില്ല. അപ്പൊ അവസാനം കീശയിൽ നിന്നൊരു 100 രൂപ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്തു. ഓൻ ആ 100 രൂപ പോക്കറ്റിൽ ഇട്ടിട്ട് ഓൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പൊ ഒരു 200ന്റെ നോട്ട് ഇട്ടിട്ട് കൊടുത്തു, ഒന്ന് നോക്കട്ടെ എന്നുള്ള. ഏയ് അപ്പോഴും നോക്കുന്നില്ല. പിന്നെ ഒരു ഇഷ്ടികയുടെ കഷ്ണം എടുത്തിട്ട് ഒരൊറ്റ ഏറാണ് കൊടുത്തു കാലിന്. അപ്പൊ നോക്കി ആരെ എറിഞ്ഞു. ഇതേപോലെ കല്യാണ നിശ്ചയത്തിന്റെ അന്ന് ളുഹുറുസ്കാരല്ല, കല്യാണത്തിന്റെ അന്ന് ളുഹുറുല്ല, അസറുല്ല, മഗ്രിബില്ല. മോളെ പ്രസവത്തിന് ലേബർ റൂമൊക്കെ ആക്കിയോ, ഫാത്തിഹ തന്നെ ഫാത്തിഹ, ലാ ഹൗല തന്നെ ലാ ഹൗല, ദുആഉൽ കർബ് തന്നെ ദുആഉൽ കർബ്, എല്ലാ സംഭവം ഉണ്ടാവും. പ്രയാസം ഉണ്ടാവുമ്പോ റബ്ബിന് ഓർമ്മ, സന്തോഷം ഉണ്ടാവുമ്പോ ഓർമ്മയില്ല. അങ്ങനെ എപ്പോഴും ഓർമ്മ, റബ്ബിനെ എപ്പോഴും ഓർമ്മിക്കും. അതാണ് ആ ഒരു ബന്ധം പകർന്നതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. ഫഫിറു ഇലല്ലാഹ്, അതുകൊണ്ട് റബ്ബിലേക്കുള്ള മടക്കം, റബ്ബുമായുള്ള ബന്ധം, അതാണ് ഒന്ന്. ആ റബ്ബിലേക്കുള്ള ബന്ധം നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വിഷയം ഇവിടെ ഞാനിപ്പോൾ പറയുന്നില്ല. ഉസാഫുഹുമാ യന്തഹി തഅദാദുഹാ വൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഇമാമുനാ ശാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ, വലം തുംസിബിനാ നിഅമത്തുൻ ലഹറത് വലാ ബതനത ഇല്ലാ ബിഅഹല്ലം ഫീ ദീനിൻ ഉഖറാ. ആത്മീയമായി ഭൗതികമായി ഏതെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടോ, ഏതെല്ലാം മുസീബത്തുകൾ തട്ടി നീങ്ങുന്നുണ്ടോ, അല്ലാഹുവിന്റെ റസൂലാണ് അതിന്റെ കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹബീബായ നബി തങ്ങളാണ് വിജയത്തിന്റെ നിദാനോ.
يفوز به من فاز عزا لدينه ويشقى به الغاوي شقي المضلل فريقان منها فرقة في جنابه وأخرى بأغلال الجحيم تغلل صلاة ഏതൊരു വ്യക്തിയും വിജയത്തിലേക്ക് എത്തപ്പെടാനുള്ള കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ബന്ധമാണ്. അപജയത്തിൽ അകപ്പെടാനുള്ള കാരണമോ തിരുനബിയുമായുള്ള ബന്ധത്തിന്റെ അസാന്നിധ്യവും അഭാവവുമാണ്. അതുകൊണ്ട് മുത്ത് ഹബീബുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അഖില്ലായ മയ്യുഹിസ്വി മദീഹ മുഹമ്മദി ഫഫീ മദ്ഹിഹി കുതുബു മിനല്ലാഹി തുഖറഊ. അവിടുത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും എവിടെയും എത്തുകയില്ല. അതുകൊണ്ട് ഓ സഹോദരന്മാരെ, ബന്ധങ്ങൾ വലുതാണ്. ഒന്ന് സൃഷ്ടാവുമായുള്ള ബന്ധമാണ്, രണ്ട് സഹജീവിയുമായുള്ള ബന്ധമാ. ആ സഹജീവിയുമായുള്ള ബന്ധം ഒന്ന് കീപ്പ് ചെയ്യാനാണ് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് 9 കാര്യം വസിയ്യത്ത് ചെയ്തു എന്ന് പറഞ്ഞ് രണ്ടാമതായി പറഞ്ഞത് വകലിമത്തിൽ അദ്ലി വൽറിളാ വൽഗളബി. ആരോട് സംസാരിക്കുകയാണെങ്കിലോ എന്ത് തന്നെ പ്രയോഗിക്കുകയാണെങ്കിലോ നീതിയോടുകൂടെ പറയണേ. ഒരാളെയും വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത്, ഒരാളെയും പ്രയോഗം കൊണ്ട് വിഷമിപ്പിക്കരുത്. ഒരാളും നമ്മുടെ പ്രയോഗങ്ങൾ കാരണം വേദനിക്കാൻ ഇടവരരുത്. ഓ സഹോദര സഹോദരിമാരെ, നമ്മുടെ നാവിനെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഖൂലു ഖൗലൻ സദീദാ. നല്ലതാണോ പറയുന്നതെങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ട്രൂ ട്രാക്കിലൂടെ സ്ട്രൈറ്റ് വേയിലൂടെ സഞ്ചരിക്കാനോ അതുവഴി വിജയം കൈവരിക്കാനും സാധിക്കുമെങ്കിൽ അക്തറുൻ നാസി ദുനൂബൻ അക്തറുഹും കലാമൻ ഫീമാ ലാ യഅനി. വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് പലപ്പോഴും ബന്ധങ്ങൾ വഷളാകുന്നത്, പലപ്പോഴും പരസ്പരം തമ്മിൽ തെറ്റുന്നത്. ഒരാളോടും വെറുപ്പ് വേണ്ട, ഒരാളോടും വിദ്വേഷം വേണ്ട. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങള് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നല്ല വാള് പറയുന്നവരാണ്, നല്ല ക്ലാസ് എടുക്കുന്നവരാണ്. അവിടുന്ന് ക്ലാസ് എടുക്കുന്ന വിവരമറിഞ്ഞാൽ മുശ്രിക്കുകൾ പോലും മതിലിന്റെയും ഈത്തപ്പന മരത്തിന്റെയും പിന്നില് മറിഞ്ഞിരുന്ന് ക്ലാസ് കേൾക്കാറുണ്ട് എന്നാണ് ചരിത്രം. അവിടുന്ന് ഒരു ദിവസം സുബഹിക്ക് ശേഷം ഹദീസ് ക്ലാസ് എടുത്തു കഴിഞ്ഞ് അവിടുന്ന് ദുആയിരക്കാൻ ഒരുങ്ങുമ്പോ അവിടുന്ന് പറഞ്ഞു, മൻ കാനത് ഫീ ഖൽബിഹി ശഹന. ആരുടെയെങ്കിലും മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ ഫൽയഖും ഫൽയർജി. അവർ ഈ സദസ്സിൽ ഇരിക്കരുത്, അവർ എണീറ്റ് പോവണേ. കാരണം അസ്സാദിഖുൽ മസ്തൂഖ് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളോടും വെറുപ്പ് വിചാരിക്കണ്ട. അങ്ങനെ ആരോടെങ്കിലും വെറുപ്പുള്ളവർ എണീറ്റ് പോണോ? കാരണം ദുആഇന് ഇജാബത്തുണ്ടാകൂല. ചോദിക്കപ്പെടുന്നത് റബ്ബിനോട്, ചോദിക്കുന്നത് ഏതെങ്കിലും ഒരാള് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ദീനീ കാര്യങ്ങളിൽ ബിദ്അത്തുകാരനോടുള്ള വെറുപ്പിനെ കുറിച്ചല്ല, അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അതിനെ സംബന്ധിച്ചല്ല. ഈ ഭൗതികമായ വിഷയത്തില് വ്യക്തിബന്ധങ്ങളുടെ പേരില് കുടുംബ
കുടുംബത്തിന്റെ പേരില്, അയൽപക്കത്തിന്റെ പേരില് ആരെങ്കിലും ആ ഒരു ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി മാനസികമായ അകൽച്ചയിലാണോ, എണീക്കട്ടെ, അവര് മടങ്ങിപ്പോവട്ടെ. കാരണം ദുആഇന് വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് ഖുർആനില് വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം എന്ന് ദുആഇർക്കാൻ പറഞ്ഞു. അല്ലാഹു നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കി തരട്ടെ. മയ്യത്ത് നിസ്കരിച്ചാൽ സഹീഹാകുന്ന ഒരാളോടും ഒരു തെറ്റുണ്ടാവാൻ പാടില്ല. അങ്ങനെയാവണം. റിക്കാർഡ് എപ്പോഴും ക്ലിയർ ആവണം. യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ അഫ്ഇദതുഹും മിസ്ലു അഫ്ഇദത്തിത് തുയൂർ ഖാല റസൂലുള്ളാഹി. യമൻകാരായ അൽ ഈമാനു യമാൻ വൽ ഹിക്മതു യമാനിയ, യമൻകാരായ ആളുകളെ കുറിച്ച് ഇങ്ങനെ നബി തങ്ങൾ വാചാലരായപ്പോ ഈ യമനിന്റെ മണ്ണെന്താ ഒരു ഇമിറ്റേഷൻ സോൺ, അതൊരു നല്ലൊരു അനുകരണീയമായ മേഖലയായി മാറിയത്. എന്താണ് ഈ യമനികൾ എങ്ങനെ മദഹ് ചെയ്യുന്നത്? എന്താണ് യമനികൾക്കുള്ള പ്രത്യേകത? അവർക്ക് പക്ഷി ഹൃദയാണെന്ന്. പക്ഷികൾക്ക് 10 സ്വഭാവമുണ്ട്, പറയാൻ നേരല്ല. ഇമാം നവവി തങ്ങൾ ശർഹ് മുസ്ലിമിലും അല്ലാമ മുല്ല അലിയുൽ ഖാരി മിർഖാത്തിലൊക്കെ വിശദീകരിച്ചത് കാണാം. ഒന്ന്, പക്ഷികൾ ഉദ്ദേശിക്കുമ്പോൾ ഇങ്ങനെ ഭൂമിയുമായി വെലിവില്ലാതെ മുകളിലോട്ട് ഉയരാൻ കഴിയും. ഇതേപോലെ ഒരാൾ മരിക്കുമ്പോ ദുന്യാവിൽ വെലിവില്ലാതെ പൊന്താൻ കഴിയണം. വെലിവില്ലാതെ പൊന്തുക എന്ന് പറഞ്ഞാൽ എന്താ? ബാണം കെട്ടി ആകാശത്തേക്ക് വിടുക എന്നല്ല. ഈ ഭൂമിയിലുള്ള ആളുകളോടൊക്കെ പോണ സമയത്ത് ഓനോട് തെറ്റ്, ഇവനോട് അപ്പുറത്ത്, മറ്റോനിപ്പുറത്ത് കുറെ കയറുമ കൂട്ടിക്കെട്ടിയ പൊന്താൻ പണിയാണ്. അപ്പൊ പക്ഷിയെപ്പോലെ പൊന്താൻ കഴിയണം. ഒരു ചരടുമില്ലാതെ, ഒരു ബാധ്യതയില്ലാതെ, ഒരു നല്ല നിലക്ക് പോകാൻ കഴിയും. ഇന്ന് എൻ്റെ ഒരു അമ്മായി മരണപ്പെട്ടു, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഏകദേശം 82 വയസ്സ്. 1ാമത്തെ വയസ്സായിരിക്കുന്ന സമയത്ത്, 7 മാസം, ജനിച്ച 7ാമത്തെ വയസ്സിൽ ഒന്ന് വീണു. വീണ സമയത്ത് നട്ടല് യു ആകൃതിയിലായി. അന്ന് 82 കൊല്ലം മുമ്പാണ്. അന്ന് ഈ ഹോസ്പിറ്റലോ സംവിധാനോ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ലല്ലോ, സാധുക്കളാണ്. അന്ന് വളഞ്ഞതാണ്. പക്ഷെ ആ വളഞ്ഞ രൂപത്തിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കും. ഒക്കെ പഠിച്ചു, ഖുർആൻ ഓതുക, വർത്താനം പറയും. ഇന്നേ വരെ ഒരാളെ ഗീബത്ത് പറയ, ഒരു പ്രയോഗം മറ്റൊരാൾക്ക് വിഷമുണ്ടാക്കുന്നത് പറയാൻ ആരും കേട്ടിട്ടില്ല. 3ാമത്തെ ഒരാളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ, ഓലിനെ സഹായിച്ചു എന്നെങ്കിലും പറയണമെങ്കിൽ മുമ്പിൽ ആള് വേണം. മുമ്പിൽ ആളില്ലെങ്കിൽ വേറൊരാളെ കുറിച്ച് അവിടുന്ന് പറയില്ല. അങ്ങനെയുള്ള അമ്മയായിരുന്നു. വാക്കുകൊണ്ട് ജീവിതത്തിൽ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അതുകൊണ്ട് 82ാം വയസ്സ് ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ പോയിരുന്നു, കുറെ വർത്താനൊക്കെ പറഞ്ഞ്, അങ്ങനെ കുറെ സന്തോഷമൊക്കെ പറഞ്ഞ് ഇന്നലെ അങ്ങനെ തന്നെ റാഹത്തായിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ടോയ്ലറ്റിൽ പോയി ഉളു അങ്ങനെ കഴിഞ്ഞ്, ഉളു കക്കൂസൊന്നും ഉളു എടുക്കൂല, പുറത്തുനിന്ന് എടുക്കുള്ളൂ. ദിക്റെല്ലാം കഴിയൂല എന്നാ പറയാം. അങ്ങനെ ഉളു എടുത്ത് സുബഹി നിസ്കരിച്ചിട്ട് ആണ് കടന്നു, മരിച്ചു. ഒരു മിനിറ്റ് പോലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കുള്ളൊരു ഭാഗ്യാണത്. എല്ലാ വിഷയത്തിനും മരുമക്കളെ അങ്ങോട്ട്, അമ്മായിമാനും ഇങ്ങോട്ട്, അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഭാരമാവാതെ, ഒരാൾക്കും വേദനിക്കാതെ. അപ്പൊ ആ മരണം ഇപ്പൊ അസർക്കാണ് നോക്കുക. ഇന്നിപ്പോ വയലൂരിന് അറിയാൻ പറ്റൂല, വേറെ ആളെ പകരം വിടണം. എത്ര ആൾ, 5 ആൾ പെരീത്ത മരിച്ചിട്ട് പകരം എന്നാലും അയാൾ വന്നില്ലല്ലോ എന്നാ പറയാം സംഘാടകൻ. ഇവിടുത്തെ പറ്റിയിട്ടല്ല. കാരണം ഞാൻ ഒരാളെ കുട്ടി, സ്വന്തം മോന് മരണപ്പെട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പകരം വയലിന് പോയപ്പോൾ എന്നോട് ചൂടായി സംഘാടകർ. അയാളവിടെ കുത്തിരുന്ന ആ കുട്ടി നീച്ചിരിക്കുമെന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണല്ലോ. അപ്പൊ പോകുമ്പോ റാഹത്തായി പോണം. ചരടുകൾ ഉണ്ടാകരുത്, കെട്ടുകൾ ഉണ്ടാകരുത്. കെട്ടുകളില്ലാതെ പറക്കാൻ കഴിയണം. അതാണ് അഫ്ഇദത്തുൽ തുയൂർ.
മറ്റൊന്ന് തവക്കുലാണ്, ഹൗഫാണ്, ഹൈബത്താണ്. അങ്ങനെ കുറേ വിശേഷണങ്ങളുണ്ട്. അങ്ങനെ പോവാൻ കഴിയും. അതിന് വേണ്ടത് എന്താ? നല്ല മനസ്സ്. ഒരിക്കൽ മൂസാ നബി അള്ളഹാനോട് ചോദിച്ചു, ഈ ഫിർഔൻ എന്താ ദീർഘായസ്? ഫിർഔൻ ഈ ബറാത്തിന് യാസീനൊന്നും ഓതൂലല്ലോ. ഈ ആയസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. 400 കൊല്ലം രാജ്യം ഭരിച്ചു. ആഹാരവും അധികാരവും നൽകപ്പെടാൻ എന്താണ് കാരണം? റബ്ബിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് ഖദ് ഹസ്സന ഖുലുഖഹു, പെരുമാറാൻ ചങ്ങായി ഉസാറാന്നാണ്. അല്ലെങ്കിൽ അന്നാ മൂസാ നബി ഹാറൂൻ നബി അലൈഹി സ്വലാം രണ്ടാളും വരുന്നോട് കൂടെ കുടിക്കടാ, കാലും കയ്യും മുറിക്കടാ എന്ന് പറയാലോ. ഇതങ്ങനെയല്ല. നിങ്ങളാടേണ്ടത് അല്ലേ? കുറെ ആൾക്കാരെ ഇതാക്കിയിട്ടും അങ്ങനെയാണല്ലോ സംഭവങ്ങൾ ഉണ്ടായത്. അവ ചുരുക്കി പറഞ്ഞാൽ സംസ്കാരം എന്നുള്ളത് അതൊരു നല്ലൊരു സംഭവം. അപ്പൊ പ്രയോഗം നന്നാക്കുക. ഇന്നുള്ള അധിക ബന്ധനങ്ങളാവാനുള്ള കാരണം പ്രയോഗം നന്നാവാത്തത് കൊണ്ടാണ്. ആശയം ചിലപ്പോൾ ഒന്ന് തന്നെ ആയിരിക്കും. ഇപ്പൊ മൊബൈൽ എടുത്തിട്ട് ഈ മൊബൈല് അടിപൊളിയാണ് പറഞ്ഞാൽ അതിന്റെ മേനെന്താ? അത് ഉഷാറാണ്. ഈ മൊബൈല് തല്ലിപ്പൊളിയാണ് പറഞ്ഞാൽ എന്താ അതിന്റെ മേന? മോശമെന്നാണ്. അടിയും തല്ലും എന്താ വ്യത്യാസം? പൊളി എന്ന ലഫ്ളുമേ അടി എന്ന പ്രയോഗം കൂടുമ്പോൾ മേനയല്ല, പൊളി എന്ന പ്രയോഗത്തുമേ തല്ലി എന്ന ലഫ്ള് കൂടുമ്പോൾ സംഭവം അടി തല്ലും തമ്മിൽ. അപ്പുറത്തോ ഒരേ പദം. പള്ളിയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ ഈത്തപ്പന മരത്തേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഈത്തപ്പന മരത്തിന്റെ മേലുള്ള സമയത്ത് വാങ്ങിക്കൊടുത്തിട്ട് ഇയാളുടെ മരത്തിന്റെ മരത്തിന് ഇതിന്റെ മേലെ ഒരു കാലത്തും കുണം പിടിച്ചില്ല, ഇതും കുണം പിടിച്ചില്ല, അതിന്റെ മരം കുണം പിടിച്ചില്ല, അതിന് കുറ്റം ഉണ്ടാവില്ല, കുറ്റം ഉണ്ടാവില്ല, ചൂടാക്കി അതിന്റെ കത്തിട്ട് എതെങ്ങനെ ഇറങ്ങാൻ ഓടി. കാരണം അവിടെ നിന്ന അടി ഉറപ്പാണ്. ആ കണ്ടില്ല, മുഖം കണ്ടില്ല. അങ്ങനെ പിറ്റേ സമയത്ത് അസറിന്റെ സമയത്ത് ഇയാള് വേറൊരു മരത്തിന്റെ മേലുണ്ട്. അസറിന്റെ നേരത്ത് പോകും കുറച്ച് പുറത്ത് തന്നെ ഹലോ അസ്സലാമു അലൈക്കും. അന്ന് ഹലോ അല്ല കേട്ടോ. ഹലോ എന്നുള്ള പ്രയോഗം വന്നത് ഫോൺ കണ്ടുപിടിച്ചതിന്റെ ശേഷമാണ്. ഫോൺ കണ്ടുപിടിച്ചത് ആരാ? ഗ്രഹാംബെൽ എന്ന് പറഞ്ഞ ആളാണ്. അയാളെ കാമുകിയാണ് മാർഗരറ്റ് ഹലോ. ഈ മാർഗരറ്റ് ഹലോ എന്ന് പറഞ്ഞ പെണ്ണിനെ ഫോൺ സക്സസ് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വിളിച്ചു. ഹലോ പാത്തോന്ന് വിളിക്കണ പോലെ ഹലോ വിളിച്ചു. അന്ന് ആ മാർഗരറ്റ് ഹലോ എന്ന പെണ്ണിനെ ഗ്രഹാംബെൽ വിളിച്ച ആ ദിക്റ് ഒരു ദിവസം എത്ര വട്ടം നമ്മൾ ചെല്ലുന്നുണ്ട്? റേഞ്ച് കുറവിനനുസരിച്ച് ദിക്റ് കൂടും. ഹലോ 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 അതോന്ന് വിളിച്ചിട പോലെ. എന്ത് ജാതി ദിക്റ്! അത്ര സലാത്ത് നമ്മൾ എല്ലിയണം അല്ലേ? ഒരു മൈക്കക്കാരൻ മൈക്ക ശരിയാണെങ്കിൽ ഹലോ മൈക്ക് ടെസ്റ്റ്, ഹലോ, ആ പെണ്ണിന്റെ പേര് പറയണം. അങ്ങനെയാണ്. അപ്പൊ ഇയാള് വിളിച്ചിട്ട് പിന്നെ നിങ്ങള് എന്തൊക്കെ വർത്താനം? സുഖം തന്നെ അല്ലേ? സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റാഹത്ത് തന്നെ അല്ലേ? എൻ്റെ മോളും തന്നെ റാഹത്ത് തന്നെയാണ്. പിന്നെ ഒന്നാം താഴത്തേക്ക് ഇറങ്ങിയാല് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചാൽ ഉഷാറ് കിട്ടും. ഒന്നാണ് വുളുവൊക്കെ എടുത്താൽ കയ്യും കാലൊക്കെ ഒന്നാണ് തണുത്താൽ ഒരു ഉന്മേഷം കിട്ടും. അസറിന്റെ ജമാഅത്ത് സ്വലാത്തുൽ ഉസ്ത അല്ലേ? ഒരു റാഹത്തുമാണ്. എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചു. വളരെ നല്ലതാ. അയാൾ സാവകാശം ഇറങ്ങി കയ്യും കാലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി, ഷർട്ടൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി, കയ്യും കാലൊക്കെ ഒന്ന് നേരെ കഴുകി വൃത്തിയാക്കി ശരിക്കും കാമിലായ വുളു എടുത്ത് ഇയാളെ കയ്യും പിടിച്ച് അങ്ങനെ നടക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള ദഅവത്തിൻ്റെ ആൾക്കാരാണ് നമ്മളെ നാട്ടിൽ വേണ്ടത്. ഉച്ചക്കൊരു ബലാലിനെ കണ്ടീന്നു, അവനെ കജ്ജി കിട്ടിയാണ്ടല്ലോ ചവിട്ടിയിട്ട് അപ്പുറത്തേക്ക് കണാക്കും. ഉച്ചക്കാരേനും തന്നെയാണ് പ്രയോഗം മാറി. അവ പ്രയോഗത്തിനനുസരിച്ചാണ്. പ്രത്യേകിച്ച് ഉമ്മമാരെ, ഹസ്സാലി ഇമാം പറഞ്ഞിട്ടുണ്ട്, അള്ളയും റസൂലും തല്ലാത്തിന് നിങ്ങൾ തല്ലാൻ നിൽക്കരുത്. അള്ളയും റസൂലും തല്ലാത്തിന്. ഇപ്പൊ ഒരു കുട്ടിയെ ചെല്ലിച്ചു രാത്രി,
കിട്ടണില്ല എന്നൊക്കെ തല്ലരുത്. അത് അലിമാം പറഞ്ഞിട്ടുണ്ട്. അത് വിപരീത ഫലം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക. നല്ല സ്വഭാവം എല്ലായിടത്തും വേണം. നമ്മളിൽ നിന്ന് മാതൃക പഠിക്കണം. ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടുതന്നെ ആ വിഷയത്തിൽ വേണ്ട കാര്യവും അതാണ്. ഓ ഉമ്മമാരെ, രക്ഷിതാക്കളെ, ആദ്യമായി നമുക്ക് ബന്ധം വേണ്ടത് ആരോടാണ്? ഈ ഭൂമി ലോകത്തേക്ക് നമ്മൾ ഒരാൾ ജനിക്കുമ്പോ ഒരു മകനായി ഒരു മകളായി നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ജന്മം നൽകിയ ഉമ്മയെ മറക്കാൻ കഴിയൂല, ജന്മം നൽകിയ ബാപ്പയെ മറക്കാൻ കഴിയൂല. ഉമ്മയെയും ബാപ്പയെയും മറക്കാൻ പാടില്ല. ഒരു സഹാബി നബി തങ്ങളോട് ചോദിച്ചു, ഹബീബായ തങ്ങളെ, ഞാൻ ആർക്കാണ് ഗുണം ചെയ്യേണ്ടത്, കടപ്പെട്ടത്? അവിടുന്ന് പറഞ്ഞു ഉമ്മയോട്. വീണ്ടും ചോദിച്ചപ്പോൾ ഉമ്മയോട്, വീണ്ടും ചോദിച്ചപ്പോൾ ഉമ്മയോട്, നാലാമത് ചോദിച്ചപ്പോൾ ഉപ്പയോട്. അതേ 3 പ്രാവശ്യം ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണം ഉമ്മയുടെ കണ്ണുനീര് വീഴരുത്, ബാപ്പയുടെ കണ്ണുനീര് വീഴരുത്. ഒരു പക്ഷേ സമ്പത്ത് മറ്റൊരു മകന്റെ പേരിലാക്കിയിട്ടുണ്ടാവാം. അതൊന്നും ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധങ്ങൾ കോട്ടം തട്ടിക്കാൻ കാരണമല്ല. അതുകൊണ്ട് മാതാപിതാക്കളെ വിസ്മരിക്കല്ല. നോക്കൂ നിങ്ങൾ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അച്ചടക്കത്തിൽ ഇരിക്കുന്നു. ബാക്കിൽ ഒരാള് കാല് നീട്ടിയിരിക്കുന്നുണ്ട്. സാധാരണ അയാള് കാല് നീട്ടിയിരിക്കാറില്ല. ക്ലാസ് എല്ലാം കഴിഞ്ഞു എണീറ്റ് പോകുന്നില്ല. കണ്ണുനീരൊഴുകിക്കൊണ്ട് കാല് നീട്ടിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ തിരുനബി അടുത്തെന്നു. മോനെ, എന്ത് പറ്റിപ്പോയി എന്ന് ചോദിക്കുമ്പോ, ഹബീബായ തങ്ങളെ, അങ്ങയുടെ മുമ്പിൽ കാല് നീട്ടേണ്ടി വന്നല്ലോ, അതാലോചിച്ചുകൊണ്ട് വിഷമിച്ചതാണ്. നോക്കുമ്പോൾ കാല് രണ്ടും പൊള്ളി വെന്തു പോയിട്ടുണ്ട്. എങ്ങനെയാണ് മോനെ എന്ന് ചോദിക്കുമ്പോ, ഹബീബായ തങ്ങളെ, എനിക്കൊരു ഉമ്മയുണ്ട്. ആ ഉമ്മയ്ക്ക് നടക്കാൻ കഴിയൂല, ആ ഉമ്മയ്ക്ക് ഇരിക്കാൻ കഴിയൂല. ആ ഉമ്മ എന്റെ ചുമലിലാണ് യാത്ര ചെയ്യാറുള്ളത്. പലപ്പോഴും വിസർജിക്കാറുള്ളത് പോലും എന്റെ മുതുകിലാണ്. എനിക്കതിൽ പരിഭവമില്ല നബിയേ. ഇന്ന് എനിക്ക് 2 ഫർസഖ് അപ്പുറം, അഥവാ 6 മൈലപ്പുറം, അഥവാ 13 കിലോമീറ്റർ അപ്പുറമാണ് എനിക്ക് ജോലിയുണ്ടായിരുന്നത്. എന്റെ ഉമ്മയെ നോക്കാൻ ഒരാളുമില്ല. ഉമ്മയോടുള്ള ഖിദ്മയിൽ വല്ല അലംഭാവവും സംഭവിക്കുമോ എന്ന ആകുലതയുണ്ടായതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുക പോലും ചെയ്തിട്ടില്ല. അതിലും എനിക്ക് വിഷമമില്ല നബിയേ. ഇന്ന് എന്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് പോയി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞാൻ റംലാ ചുട്ട പാറയുടെ മുകളിൽ ചവിട്ടി. ഹബീബായ തങ്ങളെ, ഫവല്ലാഹി, റബ്ബ് സാക്ഷി, ഒരു മാംസ കഷ്ണം ആ കല്ലിന്റെ മുകളിൽ വെച്ചാൽ ലന്നളിയത്ത്, അത് വെന്തു പോകുമായിരുന്നു. അറബ് രാജ്യത്തെ ചൂടറിയാറില്ലയോ? ചെരുപ്പില്ലാതെ മാർബിളിലൂടെ ചവിട്ടി നടക്കാൻ കഴിയാത്ത വലിയ ചൂടുള്ള പാറ. ആ പാറയിൽ ചവിട്ടി ചവിട്ടി ചെരുപ്പ് പൊട്ടി ചവിട്ടി ചവിട്ടി പൊള്ളലേറ്റ് അങ്ങനെ വന്നതാണ് ഹബീബേ.
എനിക്കറിയേണ്ടത് ഒരു കാര്യമാണ്. ആ വേദന സഹിച്ചതിന് എനിക്ക് പരിഭവമില്ല. കല്യാണം കഴിക്കാൻ കഴിയാത്തതിൽ എനിക്ക് പരിഭവമില്ല. എന്റെ ഉമ്മയെ ചുമക്കേണ്ടി വന്നതിൽ എനിക്ക് പരിഭവമില്ല. എനിക്കറിയേണ്ടത് രാജാതിരാജനായ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ വരും, എന്റെ ഉമ്മ വരും. ആ സമയത്തൊരു ഉമ്മയോടുള്ള ബാധ്യത വീട്ടിയവനായി എന്നെ പരിഗണിക്കുമോ ഹബീബേ? അറിയാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോ അവിടുന്ന് പറഞ്ഞത് പറയാനായിട്ടില്ല. ഉമ്മ നിന്നെ ഗർഭം ചുമന്നിട്ടുണ്ട്, നീ ഉമ്മയെ ഗർഭം ചുമന്നിട്ടില്ല. ഉമ്മ നിന്നെ വേദന സഹിച്ച് പ്രസവിച്ചിട്ടുണ്ട്, നീ ഉമ്മയെ പ്രസവിച്ചിട്ടില്ല. നിന്റെ ജീവിതാന്ത്യം വരെ നിന്റെ ശരീരത്തിൽ ഹൃദയവും ലിവറും ബ്രെയിനുമൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായ SOS എന്ന് പറയുന്ന ഘടകം മേളിച്ച മുലപ്പാല് നിനക്ക് നിന്റെ ഉമ്മ തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങനെ ഒരു സംവിധാനം നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയാനായിട്ടില്ല മോനെ. സേവനം തുടർന്നോ, മരണപ്പെട്ടാലും മറക്കണ്ട. അതുകൊണ്ട് ഓ ഉമ്മമാരെ, ഓ ജ്യേഷ്ഠന്മാരെ, ഓ സഹോദരന്മാരെ, നമ്മൾ ഉമ്മയുടെ മക്കളല്ലയോ? നമ്മൾ കാരണം ഉമ്മ കരയരുത്, നമ്മുടെ കാരണം ഉമ്മ മനസ്സ് വിഷമിക്കരുത്. ആ ഒരു ചിന്ത വേണം. അതോടുകൂടെ ബാപ്പയെ കുറിച്ചും നമുക്ക് ചിന്ത വേണോ? നമ്മുടെ ബാപ്പമാരാണ് നമുക്ക് ഈ ജന്മം നൽകിയത്, നമുക്ക് വേണ്ട സംവിധാനങ്ങൾ നൽകിയത് ബാപ്പയാണ്. അതുകൊണ്ട് ബാപ്പയെ മറക്കണ്ട. ഓ സഹോദരന്മാരെ, ഓ കുട്ടികളെ, തേങ്ങ ഉണ്ടോ മോനെ? എവിടെ എടുത്തു? തെങ്ങ് എവിടെ? ആ അമ്മ തേങ്ങ ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ഉണ്ട്. നമ്മളെ വീട്ടിൽ തെങ്ങുണ്ടാവും, അല്ലെ റോട്ടിൽ തെങ്ങുണ്ടാവും, കുറെ തെങ്ങുകൾ. ഈ തെങ്ങിന്റെ മേലെ തേങ്ങ, ഈ തേങ്ങയുടെ ഉള്ളില് വെള്ളം ഉണ്ടാവും. തേങ്ങന്റെ ഉള്ളിലെ വെള്ളം നമ്മൾ ആരെങ്കിലും സിറിഞ്ചിൽ ഇങ്ങനെ കുത്തി അകത്താക്കിയതാ? അല്ല. അത് അതിൻ്റെ കൊതുമ്പിലൂടെ കുരലിലൂടെ ഇങ്ങനെ വന്നതാണ്. അത് അവിടേക്ക് വന്നത് തടിയിലൂടെ കയറിയതാണ്. ഈ തടിയിലേക്ക് കയറിയത് തെങ്ങിന്റെ വേരുന്ന. ഈ വേരിന്റെ തല ഇങ്ങനെ കൂർത്തിട്ടുണ്ടാവും. എന്തിനാണ്? വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉറപ്പുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കുത്തും, എന്നിട്ട് തുളയുന്നില്ലെങ്കിൽ കയറി മറിയും. അങ്ങനെ എവിടുന്നാണോ വെള്ളം കിട്ടുന്നതെങ്കിൽ ആ വെള്ളം ഇങ്ങനെ വേര് കുടിക്കും. അത് കുടിച്ചിട്ടാണ് തേങ്ങയിലെത്തിയത്. പക്ഷേ തേങ്ങക്കറിയില്ല തെങ്ങിന്റെ വേരിന്റെ ത്യാഗം. ഈ വേര് സഹിച്ച ബുദ്ധിമുട്ട് തേങ്ങക്കറിയോ? തേങ്ങ കാണുന്നുണ്ടോ? ഇല്ല. ഇതുപോലെ നമ്മുടെ ബാപ്പ സഹിക്കുന്ന ത്യാഗം നമ്മൾ കാണുന്നില്ല. ചിലപ്പോ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ചാൽ സൈക്കിള് വേണമെന്ന് പറയും, +1 എത്തിയ സ്കൂട്ടി വേണമെന്ന് പറയും. പക്ഷേ നമ്മുടെ മാതാപിതാക്കളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയോ? നമ്മൾ ചിന്തിക്കണ്ടേ? അതുകൊണ്ട് അവരുടെ ത്യാഗം വലുതാണ്, അവരെ മറക്കാൻ പറ്റൂല. നബി തങ്ങളുടെ അടുക്കൽ ഒരു കംപ്ലൈന്റ് വന്ന ഒരാൾ, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബക്കറ്റ് വരുന്നുണ്ട്, ഖബറിൽ തുണക്ക് കിടക്കാനുള്ള കറൻസി ഇടുക. എണ്ണുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ തോന്നിപ്പോകുക റിസർവ് ബാങ്ക് 10 തൊട്ട് മാത്രമേ അച്ചടിച്ചിട്ടുള്ളൂ, ഉണ്ടാകരുത്. പിന്നെ ബക്കറ്റ് കൊണ്ട് പോണ ആളുടനെ മറ്റേത് ഓരിടൂല, ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ ഇടിയിപ്പിക്കും. അങ്ങനെയുണ്ട് ചിലപ്പോൾ ചില സംഗതികൾ. ഇവിടെ എങ്ങനെയൊന്നല്ല. ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോ ക്യാഷ് കൊണ്ട് വരണം കേട്ടോ മോനെ. ആ സിപ്പപ്പും അങ്ങനല്ല, പക്കറ്റിലിടാൻ. നല്ല ക്യാഷ് 500 തൊട്ട് തരാൻ പറയാം മാനോട്, അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
ബർക്കത്ത് ചെയ്യട്ടെ. അല്ല, വയലിപ്പോൾ നിൽക്കും, നിങ്ങൾ ബേജാറാണല്ലോ. കൂടുതലൊന്നും നീട്ടി ആരും വിഷമിപ്പിക്കൂല. വയലാക്രമണം നടത്താൻ പാടില്ലല്ലോ, ഒരു പരിധി ഉണ്ടല്ലോ. പെട്ടെന്ന് നിൽക്കും. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വന്നു നബിത്തങ്ങൾ എടുക്കൽ. അങ്ങനെ പല ജാതി വെള്ളം വേണം. ബിസ്മില്ലാ. ആ മൈക്കക്കാരൻ്റെ അടുത്തും പോയി പിരിവെടുത്തട്ടോ. ഇതാ അവരുതല്ലേ? ആ, ഇത് സംഘടനയിലല്ലോ മൈക്ക് അല്ല. പോലെ നമ്മുടെ അടുത്ത് കായ് വാങ്ങുമല്ലോ. ബിസ്മില്ലാ. ആരും വെറുതെ വിടൂല. അല്ലാഹ് യാ റബ്ബി യാ അല്ലാഹ് പടച്ചോനെ കാക്കണേ. അപ്പോ ഒരു കംപ്ലൈന്റ് കൊണ്ട് വന്നു. എന്താ അറിയോ? മകനാണ് കംപ്ലൈന്റ്. വാദി മകനാണ്, പ്രതി ബാപ്പയാണ്. ബാപ്പാനെ കുറിച്ച് മകനൊരു കംപ്ലൈന്റ്. എന്തേന്ന് ചോദിച്ചു. ബാപ്പന്റെ പോക്കറ്റ് അടിക്കാണ്. ബാപ്പ ടൈലർ ആയതുകൊണ്ട് കുപ്പായം തുന്നാണെന്നല്ല, പിന്നെ ക്യാഷ് പോക്കറ്റിൽ നിന്ന് ബാപ്പ എടുക്കുന്നുണ്ട് എന്നാണ് കംപ്ലൈന്റ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാപ്പാനെ വിളിച്ചു. നബി തങ്ങൾ ഏത് കാര്യം തീരുമാനിക്കുമ്പോഴും വാദിനെയും പ്രതിനെയും ഒപ്പെത്തിയിട്ട് ചോദിക്കും. മറ്റേത് വാദിയുടെ അഭാവത്തിൽ പ്രതി പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ പ്രതിയുടെ അഭാവത്തിൽ വാദി പറയുന്നത് കേട്ട് തീരുമാനിക്കാൻ പാടില്ല. ശരിക്ക് കേട്ട് ആലോചിക്കേണ്ടതായി ആലോചിച്ച്, അന്വേഷിക്കേണ്ടതാണെങ്കിൽ അന്വേഷിച്ച്, അങ്ങനെയാണ് വേണ്ടത്. അതല്ലാതെ കാടാമ്പുഴ പാലത്തിന്റെ മുകളിലൂടെ ലോറിയുമായി പോകുന്ന സമയത്ത് കാർ എന്നെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചു എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ പാടില്ല. കാരണം കാടാമ്പുഴ പാലം അല്ല, പുഴയില്ല. അപ്പൊ എന്താണ് വസ്തുതകൾ എന്നുള്ളത് അത് കൃത്യമായി അറിയണം. അതറിയെന്നുള്ളത് വിളിച്ചു. ഇതാ ബാപ്പാന്ന് വെച്ചാൽ ആ ബാപ്പയാണ്. ഓ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. നിങ്ങളെ മോൻ നിങ്ങളെ പറ്റി ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തേന്ന് ചോദിച്ചു. നിങ്ങൾ മോന്റെ ക്യാഷ് എടുക്കുകയാണ്. അപ്പൊ 6 വരെയുള്ള ബൈത്ത് പാടി. സമയല്ല. അങ്ങനെ അതിന്റെ വൽഹാസിൽ ഞാന് ഈ മോനെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അങ്ങനെ അവന് വേണ്ടി അവന്റെ ഊണിലും ഉറക്കിലും ഒക്കെ എല്ലാ നിലക്കും ഞാൻ ഉറക്കൊഴിച്ച്, രോഗമായപ്പോ ചികിത്സിച്ച്, അവന് മാന്യമായ ഒരു തൊഴിൽ കൊടുത്ത്, അങ്ങനെ അവന് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത്, എല്ലാം ചെയ്ത് അവന് അത്യാവശ്യം ക്യാഷ് ഉണ്ടായപ്പോ ഓനൊരു കല്യാണം കഴിച്ചപ്പോ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, എൻ്റെ ഭാര്യനെ തിരിഞ്ഞു നോക്കുന്നില്ല. അവനെ ഈ നിലയിലെത്തിച്ചത് ഞാനാണ്. എന്നിട്ടും അവൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, മോനെ അന്തവ മാലുകലിയബീക്, നീയും നിന്റെ മുതലും നിന്റെ ബാപ്പാൻ്റെതാ. മേലാൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റുമായി വരരുത് എന്നാണ് പറഞ്ഞതെങ്കിൽ മാതാപിതാക്കളെ വിഷമിപ്പിക്കണ്ട, വെറുക്കണ്ട. അവരുടെ അനുകൂലമായ ദുആയാണോ ഉള്ളതെങ്കിൽ ജീവിതത്തിൽ കഷ്ടപ്പെടൂല. പ്രതികൂലമാണോ എങ്കിൽ തീർച്ചയായും വലിയ പരാജയമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സമഖ്ശരി എന്ന പണ്ഡിതൻ ഒരു ദിവസം ഇങ്ങനെ പോകുന്ന സമയത്ത് പഴയകാല സഹപാഠി കാണാനിടയായി. ഒരു കാലില്ല, ഒരു കാലും മുറിഞ്ഞാണ്. അപ്പൊ സഹപാഠി ചോദിച്ചു, നിങ്ങൾ സമഖ്ശരി അല്ലേ? ഞാൻ സമഖ്ശരിയാണ്. കാല് കാണാനല്ലോ. അതിന്റെ ഉമ്മാന്റെ ദുആയാണ്. ഉമ്മാന്റെ ദുആ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ഞാൻ ഒരു ചെറിയ പക്ഷിയെ പിടിച്ചു. ഒരു കുരുവിനറിയാം, ചെറിയ പക്ഷി, കുഞ്ഞു പക്ഷികൾ, കുഞ്ഞിക്കിളികൾ. അപ്പൊ ഈ കുരുവിയെ ഞാൻ എങ്ങനെയോ പിടിച്ചു. അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞു, മോനെ
ഞാൻ വിട്ടില്ല മോനെ. അതിനുണ്ടാകും ജ്യേഷ്ഠനും അനുജനും, അതിനുണ്ടാകും ബാപ്പയും ഉമ്മയും മക്കളും. ഈ അതിനൊന്ന് വിട് മോനെ. വിട്ടില്ല. ഞാൻ അതിൻ്റെ കാലിൽ ഒരു നൂല് കെട്ടിയിട്ട് ഇങ്ങനെ ഭാഗത്ത് വെച്ചപ്പോൾ അതാണ് പാറിയപ്പോൾ ആ നൂല് പിടിച്ച ഒരൊറ്റ വലിച്ചപ്പോൾ അതിൻ്റെ കാലട മുറിഞ്ഞു. ആ കുഞ്ഞിക്കിളി വേദനിച്ച് ആണ് പാറി അപ്പുറത്തേക്ക് പോയി. ഒറ്റക്കാലും എങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന എൻ്റെ ഉമ്മ കണ്ടപ്പോൾ, ആ കുരുവിയെ നീ എത്ര വേദനിപ്പിച്ചിട്ടുണ്ടോ അതേപോലെ റബ്ബ് നിന്റെ കാലും മുറിക്കട്ടെ എന്ന് എൻ്റെ അമ്മ ഒരൊറ്റ ദുആ. ഞാൻ അങ്ങനെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു മരത്തിന്റെ കൊമ്പ് എൻ്റെ കാലിലേക്ക് വീണു, തുളഞ്ഞു കയറി, പഴുത്തു. ഡോക്ടർ പറഞ്ഞു മുറിക്കണം. അപ്പൊ ഒരു ഉമ്മാന്റെ ദുആണ്. അപ്പൊ നമ്മുടെ ഉമ്മായെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ബാപ്പയെ നമ്മൾ എന്താണോ പറഞ്ഞത് അതനുസരിക്കാൻ. ഇപ്പൊ നമ്മളോട് പറയണം അപ്പുറത്ത് ആ ലോറി ഓട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ലോറിന്റെ അടുത്ത് പോയി നിൽക്കുക, കുറച്ച് കഴിഞ്ഞാൽ ഉമ്മ കൊണ്ട് വിളിച്ചോളും. ഏത് വിഷയമാണെങ്കിലും അങ്ങനെ. ബന്ധങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ബന്ധമാണതെങ്കില് കാലങ്ങൾ കഴിയുമ്പോൾ ഇവൻ ഒരു ഭർത്താവാൻ പോകുന്നു, ഇവൾ ഒരു ഭാര്യയാവാൻ പോകുന്നു. അഥവാ ഭാര്യക്ക് ഭർത്താവിനോട് കടപ്പാടുണ്ട്, ഭർത്താവിന് ഭാര്യയോട് കടപ്പാടുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ചിന്ത വേണമോ പ്രിയപ്പെട്ട മുഅ്മിനെ? വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. അല്ലാഹു തആലയുടെ ദൃഷ്ടാന്തമാണ്, റബ്ബിന്റെ തീരുമാനമാണ്. ഇന്നാലിന്നയാളുടെ മകൻ എന്റെ ഭാര്യ, മകൾ എന്റെ ഭാര്യയാവാൻ. മോളെ, മകൻ നിന്റെ ഭർത്താവാൻ അല്ലാഹുവിന്റെ തീരുമാനമാണ്. നമ്മളിങ്ങനെ കരുതുകയാണ്, ഹോ ആ കുഞ്ഞിമൂനെ കല്യാണം കഴിച്ചത് കുൽസുമൂനെ കല്യാണം കഴിച്ചിണെങ്കിൽ പെരും വീടൊക്കെ ഒന്ന് വൃത്തിയായിരുന്നു, എന്റെ ഭാര്യ പറ്റ മടിയുള്ള ആളാണ് എന്ന് ചിന്തിക്കണ്ട. അത് റബ്ബിന്റെ തീരുമാനം. ഓ അംസപ്പൂനെ കിട്ടിയത് അദ്റൂനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ഗൾഫിലേക്ക് പോകാമായിരുന്നു എന്ന് പെണ്ണയ്യും ചിന്തിക്കണ്ട, റബ്ബിന്റെ തീരുമാനമാണ്. പിന്നെ എന്താ വേണ്ടത്? ഹുന്ന ലിബാസുല്ലക്കും വ അൻതുൽ ലിബാസുല്ലഹുന്ന. വിശുദ്ധ ഖുർആൻ പറയാ, ഹുന്ന ലിബാസുല്ലക്കും വ അൻതുൽ ലിബാസുൽ. വസ്ത്രമാണ് ഇതാ വിശുദ്ധ ഖുർആൻ. ഒരു വസ്ത്രം ഒരാൾ ധരിക്കുന്നത് 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഭാര്യ ഭർത്തൃ ജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ടത് 5 ധർമ്മമാണ്. എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. സീനത്ത്, വസ്ത്രം അലങ്കാരമാണ്. അഥവാ ഭാര്യ ഭർത്താവിനെ ആലോചിച്ച് അഭിമാനിക്കണം, ഭർത്താവ് ഭാര്യയെ ആലോചിച്ചും അഭിമാനിക്കണം. എന്റെ ജീവിതത്തിലേക്ക് വന്നവളാണ്, കുറവുകളെല്ലാം തിരസ്കരിക്കുക. എല്ലാം തികഞ്ഞത് എല്ലാ നിലക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് കിട്ടിയ പൂവിനെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹത്തോടുകൂടെ പെരുമാറുക, മറ്റുള്ള ഇണയുടെ അപ്പുറത്തുള്ള ഗുണം കാണുക, ഒരിക്കലും മൈനസ് കാണാതിരിക്കുക, എല്ലാം വിട്ടുവീഴ്ച ചെയ്യുക. അലങ്കാരമാണ് എന്നതാണ്. കുറവുകളുണ്ടെങ്കിലും സഹിച്ച മഹാന്മാർ, ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ അലിയാർ ദമ്പതികൾ എത്ര സന്തോഷത്തിലാണ്. ഊണിലും ഉറക്കിലും പട്ടിണിയിലും പാരാവത്തിലും ഏതേത് മേഖലകളിലും രണ്ടുപേരും വളരെ സഹിച്ചും തികച്ചും എല്ലാം സന്തോഷത്തോടെ പാരസ്പര്യ ബഹുമാനത്തോടു കൂടെ പെരുമാറിയ മാതൃകയാണ് ഉമ്മ. ഭാര്യ ഭർത്താവിനെ കുറിച്ചോ ഭർത്താവ് ഭാര്യയെ കുറിച്ചും പരസ്പരം അലങ്കാരത്തോടെ അഭിമാനത്തോടു കൂടെയാവണം. അങ്ങനെ വേണ്ടത്. മാരീഡ് ലൈഫ് ട്രാജഡി ഓർ കോമഡി എന്നാ പറഞ്ഞു. വിവാഹ ജീവിതം ഒന്നുകിലോ ദുരന്തം അല്ലെങ്കിൽ നാടകം.
സംഭവം അങ്ങനെ. ഭാര്യ ഭർത്തൃ ജീവിതം എന്തിനാ? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ലിതസ്കുനൂ ഇലൈഹാ. ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടത്തെ വാരിയെല്ലിൽ നിന്ന് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹായെ അല്ലാഹു സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇത് പെണ്ണുങ്ങൾ കേൾക്കേണ്ടത്, നമുക്ക് ആണുങ്ങൾ മാത്രം പറയാം. എന്ത്? ചെറിയൊരു വളവുണ്ടാവുന്നതാണ്. ആണിന് ഒരു വാരിയല് കുറവുണ്ടാവുന്നതാണ്. ആണുങ്ങൾക്ക് ഒരു വാരിയല് കുറവല്ലേ? ചിർച്ചണ്ട, 25 ഗ്രാം തലച്ചോറ് നിങ്ങൾക്കും കുറവാണ്. കുറവ് പറഞ്ഞാണ്ട് ചിലപ്പോ അങ്ങനെ ഉണ്ടാവേ. ഇനി പെരേക്കാണ് ചെല്ലട്ടെ, കടന്നോളി, വാരിയല് കുറവല്ലേ? അത് ശരി അല്ലേ? ഒരാള് പറഞ്ഞു, നന്നാകാൻ തീരുമാനിച്ച ഒരാള് പറഞ്ഞു, അവരവരെ കുറവ് കണ്ടെത്തണം. എനിക്ക് എൻ്റെ കുറവ് എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടണില്ല. ഞാൻ എൻ്റെ കുറവ് എനിക്ക് മനസ്സിലാക്കി തരാൻ ആരാണ് സമീപിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞെടുത്തു, പെണ്ണുങ്ങളോട് ഓളെ ഒരു കുറവ് പറയാം, അപ്പൊ ഓള് 10 എണ്ണങ്ങളത് പറയും. ഒന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താല് 10 എണ്ണം ഇങ്ങോട്ട് പറഞ്ഞോളുന്ന. അപ്പൊ അങ്ങനെ അല്ലേ? ചേട്ടായി പറഞ്ഞ പോലെ എന്റെ ഭർത്താവ് നരകം സ്വർഗമൊന്നും വിശ്വസിക്കാത്തൊരു നിരീശ്വരവാദിയാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോണ ആള്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ എന്താണ്? അന്നെ കിട്ടുമ്പോ ഒരാഴ്ച തന്നെ നരകമുണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചോളും. അപ്പൊ അങ്ങനെയാണ് പലപ്പോഴും ദുരന്തമായി മാറും. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടത് വാരിയെല്ലിൽ നിന്ന് ഹവ്വാ ബീവിയെ പടച്ചു മുമ്പിൽ ഇങ്ങനെ സൃഷ്ടിച്ചു. മൻ അന്തി, ഏതാണ് ആദം നബി ചോദിച്ചു. അന ഹവ്വ, ഞാൻ ഹവ്വയാണേ. ഓ ഹവ്വയാണല്ലേ. ലിമ ഖുലിഖ്തി, എന്തിനാണ് നീ എന്നെ പടച്ചേണ്? ലിതസ്കുന ഇലയ്യ, എന്നിലൂടെ നിങ്ങൾക്ക് സമാധാനം കിട്ടാനാണ്. പെണ്ണുങ്ങളെ കേട്ടോളി, ഭാര്യക്ക് സഹധർമ്മിണി അറിയില്ലേ? ഭർത്താവിന് സഹധർമ്മണൻ എന്ന് പറയും. അറിയില്ല? നിങ്ങളുണ്ടോ? സഹധർമ്മണൻ പറയില്ല. ഭാര്യ ആരാ? സഹധർമ്മിണിയാണ്. ലിതസ്കുന ഇലയ്യ, എന്നിലൂടെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാനാണ്. അതാണ് ഖുർആൻ തസ്കുനു ഇലൈഹാ, അവളിലേക്ക് ആശ്വാസത്തിന് വേണ്ടി സമീപിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താവിന് ആശ്വാസമാണ് നൽകേണ്ടത്, സന്തോഷമാണ് നൽകേണ്ടത്. അതാണ് ജീവിതത്തിൽ വേണ്ടത്. അതില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിക്കാഹ് കഴിയ, വേറെ കൊളുത്തുക, കല്യാണത്തിന്റെ തലേന്ന് ചാടിപ്പോവുക, എന്തെല്ലാം സംഭവങ്ങൾ കാണുന്നുണ്ട്. അതുവരെ വളർത്തി ഉണ്ടാക്കിയ രക്ഷിതാക്കൾക്ക് ഒരു നിലയില്ലാത്ത രൂപത്തിൽ പലപ്പോഴും നമ്മളെ പെൺകുട്ടികൾ മാറി ചിന്തിക്കാറുണ്ടെങ്കിൽ, ഉമ്മമാരെ, വളരുന്ന നമ്മുടെ മക്കളെ ശരിക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വിരൽ കടിക്കേണ്ടി വരും. അപ്പൊ ഒന്നാമതായി വേണ്ടത് പരസ്പരം സന്തോഷമാണ്. അതിന് വേണ്ടത് എന്താ? വിട്ടുവീഴ്ചയാണ്. വിട്ടുവീഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിന് വേണ്ടത് എന്താ? കുറവുകൾ ചിന്തിക്കാതെ നിറവിനെ കുറിച്ച് ആലോചിക്കാം. എന്ത് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാതെ എന്ത് ബാക്കിയുണ്ട് എന്ന് ആലോചിക്കാം. ഉറവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാല് പോയപ്പോ ചിന്തിച്ചെന്താ? പടച്ചോനെ, ഒരു കാലും 2 കൈയും ബാക്കിയുണ്ടല്ലോ എന്നാണ്. ഒന്ന് പോയല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് ചിന്തിക്കാതെ എന്ത് ബാക്കിയുണ്ട് എന്ന് ആലോചിക്കുക. നിറവിൽ ചിന്തിക്കുക, കുറവിൽ ആലോചിക്കരുത്. ഇതാണ് വേണ്ടത്. എല്ലാവർക്കും കുറവുകൾ ഉണ്ടാവും, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരാണിന് ഒരു ദിവസം 7000 അക്ഷരങ്ങൾ ഉച്ചരിക്കണം എന്നാണ്. ഒരു പുരുഷൻ ഒരു ദിവസം 7000 ഉച്ചരിക്കണം. അതല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഉറക്കൊക്കെ കുറയാനുള്ള സാധ്യത ഉണ്ട്. ആണ് ചില ആൾക്കാർ പടപടേ. അപ്പൊ ഒരു പുരുഷന് 7000 വാക്ക് ഉച്ചരിക്കണം. ഒരു പെണ്ണിന് 20,000 ഉച്ചരിക്കണം. പുരുഷന്റെ 3 ഇരട്ടി. സ്കൂൾക്ക് പോകുമ്പോൾ ആൺകുട്ടികൾ അങ്ങനെ വർത്താനം പറയില്ല, പെൺകുട്ടികൾ അങ്ങോട്ട് പോകുമ്പോഴും വർത്താനായിരിക്കും, ഇങ്ങോട്ട് പോകുമ്പോഴും വർത്താനായിരിക്കും. മാറ്റർ എന്താ? അള്ളാഹു വേല. അങ്ങനെ വർത്താനം പറയുന്ന അതാണ് സൈക്കോളജി. അങ്ങനെ വാങ്ങുമ്പോ
ഒരു ഭർത്താവ് നേരെ പള്ളി ജോലി കഴിഞ്ഞ് പള്ളി കയറി നിസ്കരിച്ചെന്ന് വേറെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച ഒറ്റ കടത്താം. ഭാര്യനോടൊന്നും ചോദിച്ചതുമില്ല പറഞ്ഞതുമില്ലെങ്കിൽ ഭാര്യ മനസ്സിലാക്കുക ഇയാളെ 7000 അങ്ങാടിന്ന് കഴിഞ്ഞാണ്. പ്രശ്നം തീർന്നില്ലേ? ഭർത്താവ് ഇങ്ങനെ കിടക്കുകയാണ്. ആ നേരത്ത് ഇടോക്കി ചെവിന്റെ അടുത്തുനിന്ന് മൂളല് 2 ജീവിയാന്നാ, ഒന്ന് കൊതുകും ഒന്ന് കെട്ടിയ പെണ്ണുങ്ങളും. അതിങ്ങനെ മൂളുന്ന സമയത്ത് പറഞ്ഞു, എന്റെ വാപ്പ വന്നപ്പോൾ നിങ്ങൾ വന്നില്ല, ആങ്ങള വന്നപ്പോൾ നിങ്ങൾ വന്നില്ല, അമ്മായി വന്നപ്പോൾ നിങ്ങൾ വന്നില്ല, നിങ്ങളാരെങ്കിലും വന്നാൽ അങ്ങോട്ട് കയറി വരും, എൻ്റെ ആരെങ്കിലും വന്നാൽ വരൂല. അങ്ങനെ പെറുപെറേ പറയണമെങ്കിൽ മനസ്സിലാക്കുക അവളെ 20,000 കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടിയും ബാക്കിയുണ്ട്, അയലോകത്തെ പെണ്ണ് വിരുന്നയിക്കണ്, അതുകൊണ്ട് വർക്കേരിയ എന്ന നെമീമത്ത് കോടതിയിലൊന്നും പറയാൻ കിട്ടിയിട്ടില്ല. പ്രശ്നം തീർന്നില്ലേ? വിഷയം കഴിഞ്ഞു. അങ്ങനെ പരസ്പര വിട്ടുവീഴ്ച എന്നുള്ളത് 10 മണി വരെ പെർമിറ്റ് ആയിക്കോട്ടെ, എന്നാ കഴിഞ്ഞു. അപ്പോ ഇതാണ് അവ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വലിയ വലിയ പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് അവസാനം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഭാര്യയും ഭർത്താവും ഭയങ്കര പ്രശ്നം കൊണ്ടുകൊണ്ടു. എന്നിട്ട് ഓലോട് പറഞ്ഞു അതിനെ കൊണ്ടേക്കാണ് പറഞ്ഞു, എന്നാ എന്നെ കൊണ്ടുപോക്കിയെന്ന് പറഞ്ഞു. എന്നാ ശരിയാണ്, കണ്ണൂരിന്റെ ഓപ്പോസിറ്റ് ആട്ടോ. അങ്ങനെ കൊണ്ടുപോക്കിയാണ്. അങ്ങനെ ഇവര് പാടവരമ്പിലൂടെ, വരമ്പുണ്ടല്ലോ പാടത്തെ വരമ്പ് കണ്ടിട്ടില്ലേ, വംശനാശ ഭീഷണിയില്ല. അപ്പോ റോഡായി എന്തായാലും പറയല് പാടവരമ്പ്. ആ വരമ്പത്തിലൂടെ ഇങ്ങനെ കുറെ പോയി ഒരു ഇടവഴിയിലെത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോ ഇയാൾക്ക് വല്ലാതെ ദാഹം, ലേശം വെള്ളം കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നു, അതിങ്ങനെ കുടിച്ചു. അൽഹംദുലില്ലാ. കുറെ കഴിഞ്ഞപ്പോ അവൾക്ക് ഭയങ്കര ദാഹം, ലേശം വെള്ളം നിങ്ങൾ കൊണ്ടുവന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അയാളും കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുത്തു. വളരെ ആശ്വാസം. അപ്പൊ അയാൾ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും തിരിഞ്ഞു ചോദിച്ചു. എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല. എനിക്കൊരു കാര്യം തിരിഞ്ഞു. എന്ത് ചോദിച്ചു? എനിക്ക് അന്യം വേണം, എനിക്ക് ഇനിയും വേണം, നമുക്ക് രണ്ടാക്കും വീട്ടിൽ തന്നെ പോവുക, ഒരു നിങ്ങൾ തന്നെ പോകുന്നു പറഞ്ഞു. അന്ന് മുതലാത്തല്ലേ മാപ്പിളയും പെണ്ണുങ്ങളും നടത്താൻ തുടങ്ങിയത് രാവിലെ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇങ്ങനെയാണ് വിഷയങ്ങളെ പോക്ക് പോണത്. അത് ചെറിയ ചെറിയ കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. എല്ലാം പൊറുക്കുക, എല്ലാം മറക്കുക. അതിനു വേണ്ടിയാണ് ഭാര്യ ഭർത്തൃ ജീവിതം എന്നുള്ളത്. വസ്ത്രം കുറവ് പരിഹരിക്കാനുള്ളതാണ്. ഭാര്യയുടെ കുറവ് ഭർത്താവ് പരിഹരിക്കണം, ഭർത്താവിന്റെ കുറവ് ഭാര്യ പരിഹരിക്കണം. വസ്ത്രം സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഭാര്യ ഭർത്താവിന്റെ സുരക്ഷ നോക്കണം, ഭർത്താവ് ഭാര്യയുടെ സുരക്ഷയും നോക്കണം. വൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഒരു പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലെ വിളക്കാണ്, അവിടെയുള്ള ഭരണാധികാരിയാണ്. അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ മുഅ്മിനേ, വസ്ത്രം ധരിക്കുന്ന 4ാമത്തെ ധർമ്മം എന്താണ്? ഇബാദത്താണ്, പ്രതിഫലം ലഭിക്കാനാണ്. ഭാര്യ ഭർത്തൃ ജീവിതത്തിലൂടെ പരസ്പരം പ്രതിഫലം സമ്പാദിക്കണം. ഒരിക്കലും കുരുത്തക്കേട് സമ്പാദിക്കരുത്. നല്ല നിലയിൽ ജീവിച്ചോ. ഉമ്മഹാത്തുൽ മുഅ്മിനീനും ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു കുടുംബം എങ്ങനെ കഴിയണം എന്ന് പഠിപ്പിച്ചവരാണ്. സ്വഹാബത്ത് അങ്ങനെ പഠിപ്പിച്ചവരാണ്. മുൻഗാമികൾ അങ്ങനെ പഠിപ്പിച്ചവരാണ്. ആ നിലക്ക് ജീവിക്കുക മുഅ്മിനേ. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാര് മാതൃകയുള്ള ജീവിതം നയിക്കുമ്പോ എന്തൊരു റാഹത്തായിരിക്കും വീട്ടില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊരു ഹദീസ് കാണാം. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. എന്താ ഹദീസിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കളയിൽ സഹായിക്കും. ഖാന യഖുമ്മു അടിച്ചുവാരും, പാത്രം കഴുകും. ഇതെല്ലാം ചെയ്യുന്നവരാണ്. അടുക്കളയിൽ ചെല്ലുക. കാഴ്ചക്കുറവുള്ളവർ പോകരുത്, ഉപ്പിന് പകരം പഞ്ചാരടും. എല്ലാം ചെയ്യും. അതൊരു മര്യാദയാണ്, അതൊരു സംഭവമാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു എന്നാണ്. ഉമ്മമാരെ, നമ്മളെ ഭർത്താക്കന്മാരെ അങ്ങനെ എത്ര ആൾ ചെയ്യാറുണ്ട്?
അങ്ങനെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഞാൻ മുമ്പിലുള്ള ആൾക്കാർ 2-3 കോലത്തിലാണ്. ഒരാൾക്കാർ കല്യാണം കഴിച്ചോര്, അതിൽ തന്നെ 2 കിസ്മ. ആ വയലിനും കോഴിയുണ്ടോ? ആയിക്കോട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ കോഴിനെ കൊടുന്നിരിക്കും. അദ്ദീഖു ബറക്ക ഖാല റസൂലുള്ളാഹി. കോഴി ബർക്കത്താണ്. പൂവൻ കോഴിയാ? പൂവൻ കോഴിയാ. ദീക്ക് പറഞ്ഞാല് പൂവൻ കോഴിയാ. അദ്ദീഖു ബറക്ക. ഇദാ സമയത്തും സിയാഹത്ത് ദിയാകി സല്ലല്ലാഹു മിൻ ഫളിഹി ഫഇന്നഹു റആ മലക്കൻ. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. കോഴി കൂവുന്നത് കേട്ടാൽ അല്ലേ, നമ്മളെ അത്താഴത്തിന്റെ സമയത്ത് കോഴി കൂവും. ആ കോഴി കൂവുന്നത് കേട്ടാൽ അള്ളാഹുവിന്റെ ഫളിനെ നിങ്ങൾ ചോദിക്കണം. കാരണം ഫഇന്നഹു റആ മലക്കൻ. മലക്കിനെ കണ്ടിട്ടാ കൂവുന്നതെന്നാണ്. സാധാ കോഴികളൊക്കെ പൊൽച്ചക്ക കൂവുക. അപ്പൊ നാളെ ഒരാൾ ഫോൺ വിളിച്ച് ചോദിച്ചു, മഗ്‌രിബിക്ക് കൂവുന്നുണ്ട് കോഴി. അപ്പൊ ആരൊക്കെ പറഞ്ഞോക്കണം അങ്ങനെ അത് ലക്ഷണക്കെടാൻ അതിനെ പിടിച്ചിറക്കണം എന്നൊക്കെ പറഞ്ഞോക്കണം. അപ്പോൾ മഗ്‌രിബിക്ക് കോഴി കൂവുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അമേരിക്കയിലെ കോഴിയായിരിക്കും. കാരണം നേരെ തിരിച്ചാണല്ലോ ഒരുക്കുള്ളത്. നമ്മളെ നേരെ താഴെയാണല്ലോ അമേരിക്കക്കാര്. പണ്ട് ഒരാൾ കോയലടിച്ചപ്പോൾ നേരെ അമേരിക്കേന്റെ സിറ്റൗട്ടിൽ പോയി പൊന്തി പറഞ്ഞില്ലേ. അപ്പൊ അതേപോലെ നമ്മളെ നേരെ താഴെയാണ് ഓരുള്ളത്. അപ്പൊ അദ്ദീഖു ബറക്കാന്നാണ്. കോഴി എന്നുള്ളത് ബറക്കയാ. അൽ ഗനമു ബറക്ക. ആട് ബറക്കത്താണ്. ഒരുവിധം അമ്പിയാക്കൾക്കൊക്കെ ആടിനെ വളർത്തിയിരുന്നു, ബർക്കത്താണ്. അത്തന്നൂറ് ബറക്ക. വിറക് കത്തിക്കുന്ന അടുപ്പ് ബറക്കത്താണ്. ഈസി കുക്കല്ല, ഗ്യാസ് അടുപ്പല്ല. അൽ ഹുറാഖു ബറക്ക. അങ്ങനെ അടുപ്പിൽ കത്തിക്കാനുള്ള ആയുധം അത് ബറക്കത്താണ്. അല്ല വീട് എത്തിക്കാനല്ല. അങ്ങനെ 6 സിത്തത്തും ഫിദ്ദാരി ബറക്ക. 6 കാര്യം വീട്ടിൽ ബർക്കത്തുണ്ട് എന്നാണ്. അതിൽ പെട്ടതാണത്. അവർ കോയിനെ ലേലം ചെയ്യാൻ വന്നപ്പോ തന്നെ എത്ര ഹദീസ് കിട്ടി? ഞാടിനെ കൊടുന്നു നോക്കിയും ഹദീസ് വലിയത് പിന്നെയും വരും. വലിയ വലിയ ഹദീസ് എല്ലാ കിതാബുകളിലും. കിട്ടിയിട്ടുണ്ടല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കാം. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാര് വളരെ സ്നേഹത്തോടുകൂടെ പെരുമാറണം. അതോടുകൂടെ മക്കൾക്ക് ബാപ്പയിൽ നിന്ന് ഹക്കുകളുണ്ട്. അത് വാജിബും സുന്നത്തുമായി കിടപ്പുണ്ട്. ഉമ്മമാരെ, കുടുംബ ബന്ധം കൃത്യമാവാൻ, വീട് സന്തോഷത്തിലാവാൻ മുത്ത് ഹബീബ് പറഞ്ഞ 3-ാമത്തെ കാര്യം വൽ ഖസ്തി ഫിൽ ഫഖരി വൽ ഗിനാ. ഏത് സമയത്തും മിതം പാലിക്കലാണ്, മിതത്വമുണ്ടാവലാണ്. ഓവറായി ചെലവഴിക്കരുത്, പിശുക്ക് ഒട്ടുമേ കാണരുത്. ദീനീ സംരംഭങ്ങളോട് സഹകരിക്കുക, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരിക. 3-ാമതായി പറഞ്ഞത് വഅന്ന സുലമൻ ഖതഅനി വഅന്ന അഫ്വ അമ്മൻ ളലമനി. ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കലാണ്, ബന്ധം വിച്ഛേദിച്ചവരോട് അങ്ങോട്ട് പോയി പുനഃസ്ഥാപിക്കലാണ്. അതോടുകൂടെ വഅൻഉതിയ മൻ ഹറമനി, വിലങ്ങിയവർക്ക് കൊടുക്കലാ. ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അതുപോലെ വഅയ്യകൂന നുത്ഖീ ദിക്റാ വസുംതി ഫിക്റാ വനളരി ഇബ്റാ. എന്ത് പറയുമ്പോഴും റബ്ബിനെ ആലോചിച്ചു കൊണ്ടാവുക. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ എത്ര കാലമാണ് ഇവിടെ ജീവിക്കുക എന്നറിയില്ല, എത്ര സമയമാണ് നമ്മൾ ഇവിടെ ഉണ്ടാവുക എന്നറിയില്ല. ഒരു പള്ളിക്കാട്ടിലും പ്രായമായവർക്ക് മാത്രം എന്നെഴുതി വെച്ചിട്ടില്ല, ഒരു ഖബർസ്ഥാനിലും രോഗികൾക്ക് മാത്രം എന്നെഴുതി വെച്ചിട്ടില്ല.
അല്ലാഹു എന്നാണോ നമ്മെ വിളിക്കുന്നത് അന്ന് നമുക്ക് പോവണ്ടയോ മുഅ്മിനേ? നമ്മുടെ ബാപ്പമാരെവിടെ, ഉമ്മമാരെവിടെ, ജ്യേഷ്ഠന്മാരെവിടെ, നാട്ടുകാരെവിടെ? അവരെല്ലാം പോയ ഒരു ലോകത്തേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. അവരെല്ലാം ജീവിച്ചു വരച്ച് കാണിച്ചു തന്ന ദർശനങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് ഓ മുഅ്മിനേ, നമുക്ക് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അങ്ങനെ സൃഷ്ടാവുമായുള്ള ബന്ധമാണ്, അതോടുകൂടെ സഹജീവികളുമായുള്ള ബന്ധമാണ്, മനസ്സാക്ഷിയോട് ബന്ധം വേണം. പുറത്തുള്ള ഈ ഒരു പുറം പകിട്ട് പോരാ. ലൗ സ്വല്ലൈത അൽഫ റകഅ, 1000 റകഅത്ത് നീ നിസ്കരിച്ചാലും, 1000 കൊല്ലം നീ വഅള് പറഞ്ഞാലും, 1000കണക്കിന് കൊല്ലം നീ കിതാബ് രചിച്ചാലും, ലാ തകുൻ മുസ്തഇദ്ദൻ ലിറഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്ക് കിട്ടൂല. 31 കൊല്ലമായ മുതഅല്ലിം ജീവിതം മുതൽ ഈ കാലം വരെ വെള്ള വസ്ത്രം ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട്, വെള്ളത്തലപ്പാവും വെള്ള ഷർട്ടും വെള്ള ബനിയനും വെള്ള തുണിയുമാണെങ്കിൽ, അതെ എൻ്റെ എല്ലാം 31 കൊല്ലമായി ഞാൻ വെളുത്തത് ധരിക്കുമ്പോ, ഈ 31 കൊല്ലം കൊണ്ട് എൻ്റെ ഖൽബിനിക്ക് വെളുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ നഷ്ടം എനിക്കല്ലയോ? ഓ ഉമ്മമാരെ, ആയുഷ്കാലം അല്ലാഹു നൽകി, നന്നാവാൻ നമുക്ക് റമളാൻ നൽകി, മുത്ത് ഹബീബ് നിർദ്ദേശങ്ങളൊക്കെ നൽകി, എല്ലാം നൽകിയിട്ടു നമുക്ക് നന്നാവാൻ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ എത്ര ഭാഗ്യം കെട്ടവനാ, എത്ര ഭാഗ്യം കെട്ടവളാ. അതുകൊണ്ട് ഉമ്മ, മുത്ത് ഹബീബിന്റെ അടുക്കലേക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വന്നിട്ട് സേവനാർജിത സമ്പത്തിൽ നിന്ന് ഒരു ജോലിക്കാരിയെ വെച്ച് തരണം എന്ന് പറയുമ്പോ, ഹബീബായ തങ്ങൾ മോളെ ഉറങ്ങുന്നതിന്റെ മുമ്പ് 33 തസ്ബീഹും 33 അൽഹംദുലില്ലയും 33 അല്ലാഹു അക്ബറും ചൊല്ലലാണ് നല്ലത് മോളെ എന്ന് പറഞ്ഞപ്പോ, അവിടുന്ന് കേട്ട് ഉൾക്കൊണ്ട് ബല്ലത്ത് വിസാദതുഹാ ലയാലി ദംഇഹാ മിൻ തൂലി ഖശിയതിഹാ വമിൻ തഖ്വ. മഹദിയവറുകൾ ഉറങ്ങുന്ന സമയത്ത് റബ്ബിനെ ആലോചിച്ച് കരഞ്ഞ് തലയണ നനഞ്ഞു കുതിർന്നുവെങ്കിൽ, ഐനും ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണുനീർ, ആ കണ്ണുനീരാണ് നമുക്ക് വരേണ്ടത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.